എൻ്റെ അവൻ ആരാപ്പയ്മയാന്ന് തോന്നിട്ടാ കുറച്ച് ഉണ്ടായിരുന്ന സ്ഥലമാണ് കണ്ടാ. 30 കൊണ്ട് നമുക്ക് മീനെ കൊത്ത് ചുമ്മാ കുത്തി നോക്കാം. ഏറ് മീനാണോന്നൊരു സംശയമുണ്ട്. തുടങ്ങി ഇത് കണ്ട. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓണത്തിന് നല്ലൊരു വീഡിയോ ഇറക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷെ നടന്നില്ല കേട്ടോ. ഓണത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അതിനുശേഷം ഇന്നങ്ങനെ ചുമ്മാ ഇറങ്ങിയിരിക്കുക, മീൻ കിട്ടോ ഇല്ലെന്ന് അറിയാണ്ട്. ഇത് കണ്ട, എൻ്റെ പുറകെ കണ്ട പുഴയിൽ നല്ലപോലെ വെള്ളമൊക്കെ തെളിഞ്ഞിട്ടോ, നല്ല അടിപൊളി തെളിഞ്ഞ നല്ല അടിപൊളി വെള്ളം. അപ്പോൾ നമുക്ക് ഇന്ന് ഇറങ്ങി നോക്കാം. വൈകുന്നേരം ഇറങ്ങി നോക്കാം. വൈകുന്നേരം കുറച്ചുകൂടി ഇരുട്ടാകട്ടെ. ഇപ്പോൾ ഒരു 6 മണി ആയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി ഇരുട്ടാകുമ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം മീൻ എന്തെങ്കിലും കിട്ടും അറിയാം. പിന്നെ വേറെ സംഭവം കേട്ടോ, എൻ്റെ ഈ പുറകെ കാണണ്ട, ഇത് ഫുള്ളും തെളിച്ച് കേട്ടോ. ഫുള്ളും തെളിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ പണ്ട് നിന്നിരുന്ന കാടും എന്നാ പറയുക ചപ്പും ചവറും എല്ലാം തെളിച്ച് പുഴയ്ക്കൊരു ആഴമൊക്കെ കൂട്ടി. ഇറിഗേഷൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ, ഈ പുഴക്കൊക്കെ ആഴം കൂട്ടണം. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, വെള്ളം പെട്ടെന്ന് കയറും കരക്കോട്ട് കയറണം. കാരണം പുഴക്കൊക്കെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ സൈഡൊക്കെ മൊത്തം തെളിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡൊക്കെ കാണിച്ചില്ല, നമ്മുടെ പഴയ കാടും പള്ളയൊക്കെ ഒന്ന് കാണിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കായൽ പോലെ നമ്മുടെ പുഴ കിടക്കണം. ഈ കാണുന്ന സൈഡേന്നറിയോ, ഇത് പണ്ട് നമ്മൾ പരുത്തിയില്ലേ, പരുത്തി എന്ന് പറഞ്ഞൊരു മരത്തിലോട്ട് കയറി നിന്ന് മീനെ കുത്തി ഓർമ്മയുണ്ടാവും. കുറേ കരിമീനെയും ആറ്റുചെമ്പലിനെ കുത്തിയില്ലേ, ആ കാടാണ് ഈ കാണുന്നത്. ഇതേ ഓരോരുത്തർ ചൂണ്ടയും വലയൊക്കെ ഇട്ടിട്ട് വള്ളത്തെ തിരിച്ച് വന്ന വരാട്ടെ. ആ എന്നെ രസം നോക്കി. സൺസെറ്റ് എൻ്റെ നാട്ടിലെ സൺസെറ്റ്. ഈ സ്ഥലം ആർക്കെങ്കിലും ഓർമ്മ വേണ്ട. ഇതാണ് നമ്മുടെ പഴയ കരയങ്കാട് പിടിച്ചിരുന്ന സ്ഥലം കേട്ടോ. നമ്മൾ കൂടി വെച്ച് വള്ളം നിറച്ച് മീൻ പിടിച്ചൊക്കെ സ്ഥലമില്ലേ, അതായത് വെള്ളപ്പൊക്കത്തിന് ഈ വള്ളം നമ്മുടെ ഈ കാണുന്ന വള്ളം നിറയെ മീൻ പിടിച്ച സ്ഥലം കേട്ടോ. ഇവിടെ കരയെന്ന് പറയുന്ന കാട് ഈ കാണുന്ന ഒരു പുല്ല് കേട്ടോ. ഈ കാണുന്ന കണ്ട ഈ പുല്ല് നമ്മുടെ ഈ പുഴയുടെ നടുക്കോട്ട് ഇങ്ങനെ കിളുത്ത് നിന്ന് കാരണം ഭയങ്കരമായിട്ട് പുഴ അടഞ്ഞു നിൽക്കുമായിരുന്നു. വെള്ളം ഒഴുകാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറിഗേഷൻ്റെ പുതിയ പ്രോജക്റ്റ് വന്ന കാരണം ഈ ഫുള്ളും ഇതിങ്ങനെ തെളിച്ച് ഈ സൈഡൊക്കെ തെളിച്ച് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ പരിപാടി തുടങ്ങും കേട്ടോ. വൈകുന്നേരമല്ല ഇരുട്ടായി കേട്ടോ. പിന്നെ ദേ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഓണാഘോഷത്തിൻ്റെ ഭയങ്കര പാട്ടും മേളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഓണമില്ല, ആഘോഷമൊന്നുമില്ല. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ സാധനം കേട്ടോ, ഫിഷിംഗ് ആണ്. നമ്മുടെ ഫസ്റ്റത്തെ മീൻ ദേ ഒരു കരിമീൻ നിൽപ്പുണ്ട്. ചെറുതാണ്, പക്ഷെ അവൻ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അവൻ ഓടിപ്പോവാട്ടോ. കുത്തു കൊണ്ടിട്ടുണ്ട്, പുള്ളി ഓടിപ്പോവായിരുന്നു. ആദ്യത്തെ കരിമീൻ അടിച്ചിട്ടുണ്ട്. ഒരുപാട് വലുതൊന്നുമില്ല കേട്ടോ. കരിമീനെ കുത്തിയെടുക്കുക ഇച്ചിരി പാടുള്ള പരിപാടി കേട്ടോ. ഞാൻ കുറേ കുത്തി കളഞ്ഞിട്ടുണ്ട്. കുത്തിയാണ് ഇപ്പോൾ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നേരെ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ കുത്തിയെ കിട്ടില്ല. നേരെ നിന്ന് പെട്ടെന്ന് ഇത് പാളിക്കളയും. അപ്പോൾ ഇത് ചരിഞ്ഞ് വരും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ടോർച്ചൊക്കെ അടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ചരിഞ്ഞ് വരും. ആ സമയത്ത് കുത്തിയാൽ കറക്റ്റായിട്ട് കരിമീൻ കിട്ടും. ഇവിടെ ഒരു പുല്ലം കിടക്കണണ്ട. ഒരുപാട് വലുതൊന്നും ഇച്ചിരി ചെറുതാണ് പുള്ളി. നോക്കട്ടെ കുത്തോ. ഓ കുത്തു കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു വലിയൊരു വെട്ടൽ. നമ്മുടെ പഴയ തോടൊക്കെ കേട്ടാ. ചെറുമീനൊക്കെ കാണും തോന്നും. എന്നാലും തോട്ടി കയറേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. എന്തോ ഒരു അനക്കം കാണുന്നുണ്ട്. അയ്യോ നമ്മുടെ പുല്ലം പോയോ? ആ ഇല്ല. അയ്യോ അവിടെ പോണു. സൈഡ് ചെറുതായിട്ട് കയറിയിട്ടുള്ള. അയ്യേ ഊരിപ്പോയി കേട്ടോ. ചെറുമീൻ കിടക്കണ്ട. ഓ കൊണ്ടു. അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ചെറുമീൻ കാണുമെന്ന്. ആ ഓടി കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചെറുമീനായിരിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അവനെ ഒളിച്ച് കിടക്കണം. നമ്മുടെ എടുക്കുന്ന എവിടെ പോകാനാ? അയ്യോ പണ്ടത്തെ നമ്മുടെ കൊഞ്ച് കുത്തി പോയ പോലെ അഹങ്കാരം ആയിപ്പോകും കേട്ടോ. അയ്യോ ഇത് തുമ്പത്താ കയറിയാണ് കേട്ടോ. അയ്യോ ഇത് അഹങ്കാരം പണി കിട്ടാനാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ട ചെറുതായിട്ട് കയറിയിട്ടുള്ളേ. എങ്ങനെയെങ്കിലും വള്ളത്തിലെടുത്തിട്ട് കേട്ടോ. പിടച്ചാൽ പണി കിട്ടും. പിടക്കരുതേ പോകരുതേ. വള്ളത്തെ കയറ്റാവേ. ഞാൻ എങ്ങനെയെങ്കിലും വള്ളത്തെ കയറ്റാവേ. പിടക്കരുതേ. വള്ളത്തെ കയറിയിട്ട് പിടക്കാതിരിക്കണം. ഞാൻ വലക്കാത്തിടാവേ. പിടക്കരുതേ. പതിയെ വള്ളത്തിരിക്കണേ. ഹോമ്പോ കിട്ടി. ആദ്യത്തെ ചെറുവിന് അടിച്ചിരിക്കാം കേട്ടോ. നമ്മുടെ പഴയ കാടാണ് കേട്ടോ. പഴയ കാടല്ല, പഴയ തോട്. ക്ഷമിക്കണം, തെറ്റിപ്പോയി. ഈ തോട്ടിൽ നമ്മൾ എന്ന് കയറിയാണ് പണ്ട് പോലെ കയറി കഴിഞ്ഞാൽ മീൻ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ട തോട് തന്നെ കേട്ടോ. ചെറുമീൻ്റെ മെയിൻ ഏരിയ ആയിരുന്നു. ഈ പോണെ വാഗയുടെ കുഞ്ഞാട്ടോ. നമ്മുടെ മയിൽവാഗ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കുഞ്ഞ്. അത്ര ചെറിയ കുഞ്ഞൊന്നും അല്ല. അതിൻ്റെ അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ഇവിടെ ഒരു ആറ്റുചെമ്പൽ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ സാധനം. പുള്ളി അതിൻ്റെ അകത്തോട്ട് കയറി പോകുമായിരുന്നു കേട്ടോ. കുത്തു കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുത്തു കൊണ്ടിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം തെളിച്ച കാരണേ നമുക്ക് വള്ളം തൊഴിഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഉദ്ദേശിക്കണം നമ്മുടെ പഴയ പോലെ ചെറുമീനൊക്കെ കിട്ടണമെങ്കിൽ തോട്ടിൽ തന്നെ കയറേണ്ടി വരും. ഇങ്ങോട്ട് വാ. പിന്നെ ഈ കരിമീൻ്റെ സീസണൊക്കെ ആകുമ്പോൾ സുഖമാണ് കേട്ടോ. കോരിയെടുക്കാനൊക്കെ ഇങ്ങനെ കരിമീൻ ഇഷ്ടം പോലെ കരിമീൻ കാണും. പോക്കണ്ട ഇല്ല മുഴുത്ത പുല്ല കേട്ടോ. പക്ഷേ ഉള്ളി ഓടിപ്പോയി. ഒന്നല്ല കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. വേണ്ട ഒരു വരാതെ പോണ പോക്കണ്ട. അയ്യോ കൊണ്ടില്ല കേട്ടോ. ഇല്ലേ പോണതാ. ഇത് ഞാൻ രാവിലെ അല്ല വൈകുന്നേരം കാണിച്ച സ്ഥലമില്ല, നമ്മുടെ പരുത്തിക്കാട്, പഴയ പരുത്തിക്കാടാന്ന് പറഞ്ഞാൽ നമ്മൾ കയറി കിടന്ന് കുത്തിയെന്ന് പറഞ്ഞേ. ഇത് ആ കാടൊക്കെ കേട്ടോ കാണണം. അതിൻ്റെ ഇവിടെ ഒന്നും ഇപ്പം വരാലിനെ കുത്തിയിട്ട് കിട്ടിയില്ല, അത് ഓടിപ്പോയി.
ആഹാ, അപ്പോൾ ഇവിടെയൊക്കെ നോക്കാം, ഇവിടെ എവിടെയെങ്കിലൊക്കെ എന്നെ കാണും കേട്ടോ, നല്ലപോലെ നോക്കിയാൽ മതി. ദൈവമേ, ഒരു ചേർമി കൂടെ കണ്ടത് പോലെ പോലെ. ഇത് കിട്ടില്ല സാധനം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും വലിയ ചേർമീൻ ഇതാന്ന് തോന്നുന്നു കുത്തിയാണ്. ഓ, കിട്ടില്ല സാധനം കേട്ടോ. എൻ്റെ ഫോൺ ഇവനെ എങ്ങനെയാലും എടുക്കണം, എനിക്ക് വേണം ഇറങ്ങേണ്ടി വരും കേട്ടോ. ഓ, തൊണ്ടല്ലേ വെള്ളം പറ്റിപ്പോയി. എൻ്റെ അവൻ ആരാപ്പയ്മയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ എങ്ങനെയല്ല എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുത്തിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും വലുതെന്ന് എനിക്ക് തോന്നിയ ചെറുമീൻ ഇത് കണ്ട. ഇവൻ ചെറുമീനല്ല, ഇവൻ ആരാപ്പയ്മെന്ന് വേണം പറയാം കേട്ടോ. അത്രക്കും കീടിലൻ സാധനം, കീടിലൻ സാധനം കേട്ടോ. എൻ്റെ പൊന്നി, എൻ്റെ ആ ലുക്കാ നോക്കിയേ, എൻ്റെ വലിപ്പം കണ്ട്. എൻ്റെ പൊന്നോ, കഥ പറഞ്ഞ് മിക്കവാറും ഊരിപ്പോകും. ഇത് കണ്ടിട്ട് എനിക്ക് കൊതി വരും കേട്ടോ. ഇത്രയും വലിയ ചെറുമീൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ എത്താൻ പറ്റും. ഉയ്യോ, ഇവനെങ്ങനെ എടുത്ത് വളർത്തിരട്ടെ. അമ്പോ, അങ്ങനെ പിടിച്ചവനെ വള്ളത്ത് കയറ്റി കേട്ടാ. ഇവനെ ഞാൻ വീട്ടിൽ ചെന്നെ തൂക്കി കാണിച്ചില്ല കേട്ടാ. നമുക്ക് നോക്കാം അവന് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാവേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3 കിലോ മേളിലുണ്ട്. എങ്ങനെ അടിച്ചു ഉറപ്പായിട്ട് 3 കിലോ മേളിലുണ്ടേ. എന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കാം, തൂക്കി നോക്കാവേ. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലുള്ള സ്ഥലത്തൊക്കെ നല്ലപോലെ തപ്പി നോക്കി കഴിഞ്ഞാൽ മീൻ കാണും. എന്നാ വെച്ചാൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇതേപോലെ ചവറിനകത്തൊക്കെ കയറി പമ്മി കിടക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കണമെന്നേ ഉള്ളൂ. സമയമെടുത്ത് നല്ലപോലെ നോക്കി കഴിഞ്ഞാൽ ഇവനെ പോലുള്ള കിണ്ണം കാശ് താഴത്തേക്ക് കിട്ടും. ആരാപ്പ ഇവനെ പോലത്തെ ചെറുമീൻ. എൻ്റെ പോലെ കൊഞ്ചിരിപ്പുണ്ട്. കൊഞ്ചേ പോവല്ലേ. അങ്ങനെ കൊഞ്ചെന്നാ കിട്ടാത്തെന്ന് ഓർത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ആഹാ, അതെ, അടുത്തൊരു കൊഞ്ചിൽ കിട്ടി. കമ്പിൻ്റെ ഇടയിൽ ഒരു കരിമീൻ നിൽപ്പുണ്ട്. ആണ്ട് പോകും. അവനെ കുത്തിയെടുക്കാം. കോരാനൊന്നും ഇനിയിപ്പോൾ പറ്റിയല്ല. വലയെടുത്ത് വരുമ്പോൾ അവൻ ഓടിപ്പോവും. കാരണം നമുക്കവനെ കുത്തിയെടുക്കാം. പോയില്ലെങ്കിൽ പോയിട്ടില്ല, നിൽപ്പുണ്ട് അവിടെ. ചരിഞ്ഞ് വരട്ടെ. ഓ, എന്നെ കൊതുകാന്നേ. ചരിഞ്ഞ് നിൽപ്പുണ്ട്. കുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അവനിങ്ങി എടുക്കട്ടെ. ആണ്ടൊരു കോലാൻ പോയി. അവനും കിട്ടി. കൊഞ്ച് കുറവാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. നമ്മൾ നല്ലപോലെ കൊഞ്ചുണ്ടായിരുന്നതാണ് നമ്മുടെ പുഴയിൽ, പക്ഷെ കുറവായി കേട്ടോ. ഈ മോശം വെള്ളം കിടന്നാന്ന് തോന്നുന്നു എല്ലാം ഇറങ്ങിപ്പോയത്. ഇത് ഇവിടെ ഒരു അടിപൊളി സാധനം നിൽപ്പുണ്ട്. ഇത് കണ്ടത്, ഇതൊരു പൊന്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുഴയിലും കായലിലൊക്കെ കാണുന്നത് പൊന്തെന്ന് പറഞ്ഞ സാധനമാണ്. അത് കളറുള്ള നല്ല രസമാണ് കാണുന്നത്. നമുക്ക് കോരി എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം അവനെ. ഓക്കെ, അതെ. അയ്യോ, വലയെ കയറിയിട്ട് പിന്നെ അവൻ പോയില്ലേ പോകുന്നുണ്ട്. അതെ, കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. നല്ല രസം കേട്ടോ കാണാൻ. നല്ല കളറാണ് അവൻ്റെ. വീർത്ത് വന്നെ ഉണ്ടാവുക. എന്നാ വലിപ്പമായി നോക്കി. ഒച്ച കേട്ട, ക്രിക്കറ്റ് ഒച്ച. കളർ കണ്ട. കടിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നല്ല കളറാണ് കേട്ടോ അവൻ്റെ. ആഹാ, ഇത് കണ്ട, നല്ല ഭംഗിയല്ലേ കാണാൻ. അവനെ നേരെ വെള്ളത്തിലിട്ട് വിട്ടേക്കാം നമുക്ക്. വെള്ളത്തിലിട്ടിട്ട് അവൻ പൊങ്ങി കളിക്കണം. പോയി ഇതേ കിടന്ന് കളിക്കണ ഇവിടുത്തെ. അയ്യോ, കൊണ്ടില്ലേ, അത് പോയി. ഇവിടെ അടുത്തൊരു കൊഞ്ചിരിപ്പുണ്ട്, പക്ഷെ അവനാ കമ്പിൻ്റെ ഇടയിൽ. അയ്യേ, കൊഞ്ചിൻ്റെ അല്ല കൊണ്ടത്. ശേ, അയ്യോ, കൊഞ്ച് കമ്പിയിലുണ്ടായിരുന്നു. ശേ, ഊരിപ്പോയി. അവന് ഊരിപ്പോയി കേട്ടോ. ഞാൻ ആദ്യം ചേർത്ത് കൊഞ്ചിട്ട് കൊണ്ടില്ല വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ അവൻ്റെ കൊണ്ടായിരുന്നു. കമ്പോടി ചേർത്ത് കൊണ്ടുപോകാറേ അവന് ഊരിപ്പോയി. ഒരുവിധം മുഴുത്ത കൊഞ്ചായിരുന്നു. ഇവിടെ മുഴുത്ത കരിമീനാണ് നിൽക്കണം കേട്ടോ. കൊതു എന്നെ കൊല്ലാൻ നോക്കുവാണ്. ഇത് പോയോ? ഇതിൻ്റെ ഇടയിലുണ്ട്. അത് ഈ ഇടയിൽ നിൽക്കണം കേട്ടോ. അവനെ കോരാൻ നിന്ന വിഷയം എന്ന് വെച്ചാൽ ആ കമ്പിൻ്റെ ഇടയിലിട്ട് കയറിയ ഒരു കളി നടക്കുന്നത്. അപ്പോൾ അവനെ കുത്തിയെടുക്കാൻ നോക്കാം. കൊണ്ടില്ല കേട്ടോ, അത് ഇച്ചിരി അഹങ്കാരം കുടിക്കൂതി. അടുത്ത ഒരു സിലോപ്പ് നിൽക്കുന്നുണ്ട്. നമ്മൾ കരിമീനെ കുത്തിയപ്പോൾ കരിമീൻ ഓടിപ്പോയി. അതിന് വരുന്നൊരു പെട്ടെന്നൊരു ഓടി വന്നു ഒരു പുള്ളിക്കാരൻ. സിലോപ്പി അവൻ്റെ കഷ്ടകാലത്തിൽ ഓടി വന്നതാണ് കേട്ടോ. അയ്യോ, അഹങ്കരിച്ചാൽ പണി കിട്ടും. ആ ചെളിക്കകത്ത് താത്തി വെച്ചിരിക്കുക. പൊക്കട്ടെ അവനെ. പൊങ്ങി വാ പോകല്ലേ പൊങ്ങി വാ. പുറത്തിട്ട് ഇറങ്ങാൻ കയറിയിട്ടില്ല കമ്പി. അയ്യോ, അങ്ങനെ ഒത്തിരി കുത്തി താത്തി തന്നെ വിഷയം അറിയാം. ചെളിക്കകത്ത് താന്നിരിക്കും. പിന്നെ നമ്മൾ പൊക്കിയെടുക്കുമ്പോൾ ആ ചെടിയോട് കൂടി ആ കാരണം ഊരിപ്പോവും. ഇതുകൊണ്ടത് നല്ല ഒരുവിധം മുഴുത്ത കേട്ടോ. ഒരുവിധമല്ല, നല്ല മുഴുത്ത കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പറയണമെന്നില്ല.
നല്ല മുഴുത്തൊരു സിലോപ്പി. ഇത് നമ്മുടെ പണ്ടത്തെ തോടാട്ടോ, നമ്മൾ കൂട് വെച്ച് വാള പിടിക്കുന്ന തോടില്ലേ, ആ തോടിൻ്റെ ചവറൊക്കെ അവർ മാറ്റിയ കാരണം മൊത്തം തെളിഞ്ഞു പോയി കേട്ടോ. ഇതിനകത്ത് നമ്മൾ എന്തോ വാള പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലേ. ആ വാളയുടെ സീസണാകുമ്പോൾ ചിലപ്പോൾ ഇവിടെ കാടും പള്ളയൊക്കെ ആകും കേട്ടോ. അന്നേരം നമുക്ക് പിടിക്കാം. അതേണ്ടൊരു കരിമീൻ നിൽക്കണം. വേണ്ട എങ്ങോട്ടാ അയ്യേ, എനിക്ക് അങ്ങനെ അഹങ്കാരമായല്ലോ. എനിക്ക് കുത്തു കൊണ്ടില്ല കേട്ടോ, ചുമ്മാ ഷോ കാണിച്ചവൻ പോയി. ഇവിടെ ഒരു കൊഞ്ചിരിപ്പുണ്ട്, വള്ളവയെ നിന്നതാ. അവൻ പായുവാണല്ലോ. അവന് പാഞ്ഞു പോണു. കുത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു, പോയോന്നറിയത്തില്ല. പോയിട്ടില്ല കേട്ടോ, അവന് പാഞ്ഞങ്ങ് പോവുകയാണ്. അതുകൊണ്ട് കുത്തം കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ കൊടും കാടൊക്കെ ആയിരുന്നു ഇവിടെ. കാടൊക്കെ പോയപ്പോൾ സൈഡൊക്കെ തെളിഞ്ഞപ്പോൾ എന്നെ രസമാണ്. ആഹാ, എന്തോരം ചെറുമീനൊക്കെ കയറി ഒളിച്ചിരുന്ന സ്ഥലമാണ്. ചെറുമീനും കരിമീനൊക്കെ. ഇനി വല്ല രക്ഷയുണ്ടോ അവന്മാർക്ക്? പറഞ്ഞു തീർന്നില്ല. ഒരു ആറ്റുചമ്പൽ ഇരിക്കാനുണ്ടോ, പക്ഷെ അവൻ നിൽക്കണ ലുക്ക് അത്ര ശരിയല്ല. ഇച്ചിരി കൂടി ചരിഞ്ഞാൽ അവൻട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്. മീനുകൾക്ക് ഒളിച്ച് നിൽക്കാൻ കുറച്ച് ചെറിയ ചെറിയ കാടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതൊക്കെ അവർ തെളിച്ച കാരണം നമുക്ക് സുഖം. നമുക്ക് അധികം അലഞ്ഞു തിരിയണ്ട, ചുമ്മാ ഇങ്ങനെ നടന്ന് എല്ലാവരെയും കുത്തിയെടുക്കാം. അടുത്തൊരു ചെറുത് ആറ്റുചമ്പലി, പക്ഷേ വേണ്ട, ഇച്ചിരി വലുത് നിൽക്കാൻ തരാം. ചെറുതിനെ നോക്കിയപ്പോഴേ ഒരു വലുത്, ഇച്ചിരി വലുത് ഉണ്ട്. അപ്പോൾ പിന്നെ വലുതല്ലേ നമുക്ക് വേണ്ടത്. അവനെയും കിട്ടി. ആണ്ടൊരുത്തം പോണ്. അയ്യേ, തടിക്കട്ടാ കൊണ്ട. വീണ്ടും പുള്ളി സൈഡിൽ കൂടി അങ്ങ് പോകുമായിരുന്നു. പണ്ടത്തെ കാടിൻ്റെ കാര്യമൊക്കെ ഓർത്ത് ഇങ്ങനെ ഞാൻ വന്നതാണ്. പണ്ടത്തെ നമ്മുടെ മെയിൻ കാട് കേട്ടോ, ആ കാടിൻ്റെ സ്ഥലത്ത് വന്ന്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പുള്ളി കാടിൻ്റെ കാര്യം ഓർത്ത് ഓടിയതാണ്. പക്ഷേ രക്ഷയില്ല, കാടൊക്കെ പോയി. ഇത്തവണ നമ്മുടെ കരിമീൻ്റെ സീസൺ ഒരു പൊളിക്കും മിക്കവാറും. ഇവിടെയൊക്കെ തെളിഞ്ഞ കാരണേ. ഇതിനകത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പമ്മി വന്ന് കാട് ഇടിച്ച് പൊളിച്ച് അകത്ത് കയറിയല്ലേ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. പ്രാവശ്യം നമ്മൾ തകർക്കുമെന്നാണ് തോന്നണത്. നമുക്കൊരു പരിപാടി ചെയ്യാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി രാത്രി പോകുമ്പോൾ വിശക്കുമ്പം ആഹാരമൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ, എന്തൊക്കെയായിട്ട് കൊണ്ടുപോകാൻ പതിവാണ്. കൊണ്ടുപോയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ മീൻ എന്നങ്ങനെയൊക്കെ ആയിട്ട് ചുട്ട് തിന്നും. കൂടുതലും കൊഞ്ച് കിട്ടുമ്പോൾ കൊഞ്ചൊക്കെയാണ് ചുട്ട് തിന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് പഴയ നൊസ്റ്റാൾജിയിലോട്ടൊന്ന് പോയിട്ട് വരാം. ഈ കുറേ ഉണക്കക്കമ്പ് നമുക്ക് ഒടിച്ചെടുക്കാം കേട്ടോ, തീ വെക്കാൻ വേണ്ടി. ഇത് നല്ലപോലെ തീ പിടിക്കും, നല്ല ചൂട് കിട്ടുന്ന കമ്പാണ്. നമ്മുടെ മറ്റേ കരകങ്കാടില്ലേ, പുഴയുടെ നടക്കുന്ന പണ്ടത്തെ കാട്, ആ കാടിൻ്റെ കമ്പാണ്. ഇത് കുറച്ച് ഒടിച്ചെടുക്കാം നമുക്ക്. ഇത് ഇവിടെ ചെറിയൊരു അടുപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ, നേരെ പുഴയുടെ സൈഡിൽ തന്നെ കേട്ടോ. ഇതുണ്ട്, അത് ഈ കാണുന്ന സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊരു അടുപ്പ് സെറ്റ് ചെയ്യാം. നല്ല കാറ്റുള്ളവരെ നല്ല അടിപൊളി തീ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കൊഞ്ചിനങ്ങ് വെച്ച് കൊടുത്താൽ മതി. കൊഞ്ചിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മുപ്പല്ലി തന്നെ വെച്ചിട്ടാ കേട്ടോ തീക്കാത്തിട്ട് വെക്കാൻ പോണത്. കണ്ടാ, മുപ്പല്ലി കൊണ്ട് നമുക്ക് മീനെ കുത്താൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള പരിപാടിയൊക്കെ നടക്കും. ആട് മൊത്തം തിരുവോണ നാളെ അടിച്ചു പൊളിച്ച് പാട്ടും മേളം ആഘോഷമാകുമ്പോൾ നമ്മുടെ വൈബ് ഈ കാണുന്നതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതികളില്ലേ, ഓരോരോ ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞത് ഇതാ കേട്ടോ. നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കരിഞ്ഞിരിക്കണോട്ടൊന്നും തോന്നണം കേട്ടോ, അതിൻ്റെ പുറത്തെ തോട് കരിഞ്ഞിരിക്കണതാണ്. അപ്പോൾ ഇവനെ എടുത്തിട്ട് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. നല്ലപോലെ വെന്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മുപ്പല്ലിയുടെ ഗുണം ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. മീനെ കുത്താൻ മാത്രമല്ല, ഇടയ്ക്കൊന്ന് ചുടണമെങ്കിലും വറക്കണമെങ്കിലൊക്കെ നമ്മൾ ഇതിലേക്ക് കുത്തി ഗ്രില്ലടിക്കാം കേട്ടോ. അവനത് കമ്പിന്ന് ഊരിയപ്പോഴേ ഒന്ന് പൊടിഞ്ഞു പോയി. എന്നാ വെച്ചാലേ ഇത് കണ്ട, കമ്പിയിൽ കുറച്ച് ദശയിരിക്കാം കേട്ടോ. ചൂടോടുകൂടിയല്ലായിരുന്നു, അത് കാരണം കമ്പിയിൽ കുറച്ച് ദശയിരിക്കും. അത് പോട്ടെ. ഇതേ കൊഞ്ച് കണ്ട, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആഹാ, ഇത് കണ്ട, നല്ല മണം കേട്ടോ. ഞാൻ പൊളിച്ച് കാണിച്ചു തരാവേ. ഇത് കണ്ട, നല്ല ചൂടുണ്ട് കേട്ടോ. അത് ആ തൊണ്ട് പൊളിച്ചപ്പോഴേ കൈയൊന്നും ചെറുതായിട്ട് പൊള്ളി. ഇത് കണ്ട, നല്ല മണം. നല്ല കറമുറാന്ന് പറഞ്ഞിരിക്കണം. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ചുമ്മാ രാത്രി മീൻ പിടിക്കാൻ മാത്രം പോയിട്ട് കാര്യമല്ലോ. കിട്ടുന്ന മീനൊക്കെ അവിടെ വെച്ചൊക്കെ തന്നെ ചുട്ട് തിന്നാം, അല്ലെ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാം. അത് പ്രത്യേക വൈബ് തന്നെയല്ലേ. കൊഞ്ചാകാരം പിന്നെ പെട്ടെന്ന് ചുടുമ്പം പെട്ടെന്ന് ഇതായിക്കോട്ടും കേട്ടോ. കണ്ടോ, പുഴുങ്ങിയ പോലെ ആയില്ല. ആഹാ, നല്ല ടേസ്റ്റ്. കൊഞ്ച് ചൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പഴയ ഓർമ്മയൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ചെന്നേ നോക്കി തിരിച്ച് വീട്ടിട്ട് പോകാം. കാരണം നമ്മൾ ഒരു ടോർച്ചിൻ്റെ ചാർജ് തീർന്നു, ഇനിയിപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂടിയേ ഉള്ളൂ. ചാർജ് തീർന്ന പണി കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടോട്ട് നോക്കി പോവാം. എന്നിട്ട് പോയി ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ഇറങ്ങാവേ. ഇതിൻ്റെ അകത്ത് ആറ്റുചെമ്പല് നിൽപ്പുണ്ട് പുള്ളി. അങ്ങോട്ട് ഇറങ്ങി പോകണം അവനെ. നമ്മുടെ വള്ളം ഇച്ചിരി സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് ഒരുത്തം പോയിട്ടുണ്ട്, ഒരുത്തം ഇവിടെ നിൽപ്പണ്ടേ. നമുക്ക് ആരെങ്കിലും ഒരാളെ കിട്ടുമോ നോക്കാം. അങ്ങോട്ട് പോയി ഇച്ചിരി മുഴുത്തായിരുന്നു.
ഇവനെ കിട്ടുമോ നോക്കട്ടെ. കുത്ത് കൊണ്ടിട്ടുണ്ട്. അയ്യോ ഇല്ല, ഊരിപ്പോയി. ഇതേ നിൽക്കണതാണ് അവൻ. മറ്റേ വലിയവൻ ഇതിൻ്റെ ഇടയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അതേ കമ്പി കിടന്ന് പിടക്കണ്ട. അയ്യോ, ഈ കമ്പോട് ചേർന്ന് കൊണ്ട കാരണേ പാടാ ഉണ്ട്. അത് ഊരിപ്പോയി. ശേ, പുല്ല് ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, മുഴുത്ത പുല്ല്. കുത്ത് കൊണ്ടിട്ടുണ്ട്. ഈ കൊതുക്, എൻ്റെ പൊന്ന് കൊതുക്. കൊതുക് നമ്മളെ തിരിച്ചു കുത്തുക. നമ്മൾ മീനെ കുത്തുമ്പോൾ കൊതുക് എനിക്കിട്ട് കുത്തത്തില്ലേ. എന്തിൻ്റെ ഒരു കേടാണല്ലേ. പുല്ലൻ പുല്ലൻ പുല്ലൻ, പൊങ്ങിവാ പൊങ്ങിവാ. അടിപൊളിപ്പുല്ല. ഇനിയും വള്ളത്തിൽ കിടന്നൊരു പെടക്കളും ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ മീനെ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. തുടങ്ങി ഇത് കണ്ട. ഇത് തന്നെ പറഞ്ഞു, ഈ കിടന്ന് ഒറ്റ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, വെള്ളത്തിനടി നിൽക്കുന്ന എല്ലാ മീനും ഓടും. എന്നുവെച്ചാൽ വള്ളത്തിൽ ടക്കട്ടക്കെന്ന് ഒച്ച വെക്കുമ്പോൾ എല്ലാ മീനും ഓടും. ഇതാണ് ഇവനെ ഞാൻ കുത്തിയാലാത്ത. പക്ഷേ എന്നാ ഞാൻ പറ്റും, കണ്ടാൽ വിടാതിരിക്കാൻ തോന്നിയല്ലോ, കുത്താതിരിക്കാനും പറ്റിയില്ല. വരാൽ പോണ പോക്ക് കണ്ട. കൊണ്ടില്ല. ഒരു ചെറിയൊരു കൊഞ്ചിരിക്കും പോരട്ടെ. അയ്യോ, ഇവിടെ എന്തോ താമരമുണ്ട് കേട്ടോ. പഴയ പോലെ ചുമ്മാ കുത്തി നോക്കാം. എന്നിട്ടോ കുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ചേറുമീനാണോന്നൊരു സംശയമുണ്ടേ. പണ്ടത്തെ പോലെ നമ്മൾ ഊഹം വെച്ചൊരു കുത്തു കുത്തി കേട്ടോ. ഞാനിങ്ങോട്ട് വള്ളത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു ഓട്ട ഓടണം കണ്ട് ചുമ്മാ ഒരു കുത്തു കൊടുത്ത്. അതേ ചെറുമീൻ. ഞാൻ പറയില്ലേ, ചുമ്മാ ഒരു കുത്തു കുത്തിയാ. എനിക്ക് ഓർഡർ കണ്ടിട്ടേ ചുമ്മാ ഒരു ഊഹം വെച്ച് കുത്തിയതാ ചെറുമീൻ. അതേ ഇത് കണ്ട, കൊള്ളാം. പണ്ടത്തെ പോലെ ഊഹം വെച്ച് കുത്തുന്ന പരിപാടിയിൽ കുത്തിയതാട്ടാ. താന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റില്ല ഏകദേശം ചേർത്താണ. എന്താ ഊഹം വെച്ച് അവനെ കുത്തിയെടുക്കും. അടിപൊളി. നമ്മുടെ 2 ടോർച്ചിൻ്റെയും ചാർജ് തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയി അതൊന്ന് ചാർജ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ കിട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് കിട്ടിയ 2 ഭീകരൻ, 2 ഇല്ല, 1 ഭീകരൻ ചെറുമീനും പിന്നെ കുറച്ച് പുല്ലനും ആറ്റുചെമ്പല്ലിയും കൊഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഈ ചെറുമീനും തൂക്കി നോക്കാം, പിന്നെ എത്ര വെയിറ്റ് ഉണ്ട് നോക്കാം. ഞാൻ ഏകദേശം ഒരു 3 കിലോ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന് മേളിൽ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പോയി തൂക്കി നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ആരാപ്പയ്മേൽ തൂക്കാൻ പോയി കേട്ടോ. വെയിറ്റ് നോക്കട്ടെ. ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ. അതെ 4,750 പോയിട്ടുണ്ട്. ഞാൻ 3 പറഞ്ഞ 4,750. നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ചെറുമീനാട്ടോ ഇത്. നമ്മുടെ ടോർച്ച് ചാർജ് ചെയ്തൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇല്ലേ വേറെ വള്ളമൊക്കെ പോകണ്ട, മീൻകാരെ വള്ളമൊക്കെ പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ട്. മിക്കവാറും നമ്മളവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണിയല്ല, എല്ലാവരും തൂത്തുവാരിക്കൊണ്ട് പോകും തോന്നും. അടിപൊളി കൊഞ്ച്. അവന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. അയ്യോ, കമ്പിൻ്റെ ഇടയിലെ കാരണം കയറിപ്പോണത്. കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് കമ്പി കിടന്ന് കിടക്കണം. ഉണ്ടുണ്ട്. ആ കമ്പിൻ്റെ ഇടയിലെ കാരണം ഈ പുള്ളി പിടിച്ചെടുക്കൽ പാടായിരുന്നു. എന്നാലും കിട്ടിയിട്ടുണ്ട് കൊഞ്ച്. ഇവിടെ ഒരു അടിപൊളി സിലോപ്പ് നിൽപ്പുണ്ട് കേട്ടോ. പുള്ളി ഓടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കമ്പിൻ്റെ ഇടയിൽ കാരണം കുത്തുകൊണ്ടിട്ടുണ്ട്. ആ കമ്പിൻ്റെ ഇടയിൽ കയറി നിൽക്കുകയായിരുന്നു. പക്ഷെ പണി കൊടുത്തിട്ടുണ്ട്. മുഴുത്ത സിലോപ്പി കേട്ടോ. ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. കിടിലൻ സിലോപ്പി ഹെഡ് ഷോട്ടാണ് കൊടുത്തേക്കണം. നമ്മുടെ പുഴയുടെ പ്രത്യേകത കേട്ടോ ഇതുപോലെ. വെള്ളമൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ മീൻ കിട്ടും. വെള്ളം കലക്കലായാൽ പിന്നെ ഒന്നും കിട്ടിയില്ല. പുല്ല നിൽപ്പുണ്ട്. കുത്തുകൊണ്ടിട്ടുണ്ട്. പുള്ളി അവിടെ ഓടിപ്പോകാൻ നോക്കിയത്. അവിടെ നിന്ന് തോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വഴി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ദശക്ക് വലിയ ബലമില്ലാത്ത കാരണം പെട്ടെന്ന് പിടച്ചാൽ നമ്മുടെ കമ്പിയിൽ നിന്ന് ഊരിപ്പോകും. അപ്പോൾ അത് ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വേണം എടുക്കാൻ, ഇല്ല പണിയാത്. ഒരു ഒരാളിപ്പുണ്ട്. എൻ്റെ പൊന്നെ കമ്പി പൊളിക്കും തോന്നുന്നു. അയ്യോ, ഇത് പിന്നെ വാഗയാട്ടാ. ഇനിയിപ്പോൾ ആരും എന്നെ തെറി വിളിക്കുന്നത് മയിൽവാകനെ കുത്തിയെന്ന് പറഞ്ഞ് കുഞ്ഞൊന്നുമില്ല. അയ്യോ പോയടാ. അയ്യോ കമ്പിയിൽ നിന്ന് പോയട്ടാ. ശേ, അയ്യോ കമ്പിയിൽ നിന്ന് ഊരിപ്പോയി. ശേ, കീറിപ്പോയത്. മുഴുത്തതായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വല്ലയിടത്തും ഉണ്ടാകും നോക്കട്ടെ. കീറിപ്പോയി. അത് കിടന്ന് പിടച്ച് കീറിപ്പോയി കേട്ടാ. എന്നാ വെച്ചാൽ ഞാൻ പറയില്ല, ഈ കമ്പിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന മീനെ കുത്തിയാൽ ഭയങ്കര പാടാണ് പൊക്കിയെടുക്കലും പിടിക്കലൊക്കെ. എന്നാ വെച്ചാൽ മീനിടും പിന്നെ ഈ കമ്പിടും കൂടി ചേർന്ന് കയറണ പറഞ്ഞേ പോകും. ആണ്ട പോണല്ലോ. അത് ചെറിയൊരു ഒരാക്കണല. അത് കാരണം അത് പോയി. നല്ല മുഴുത്തായിരുന്നു. ഒരു ചെറിയൊരു ആറ്റുചെമ്പലി എന്നാ കേട്ടോ പുള്ളി. അയ്യോ പോരുതേ, ചുമ്മാ ഒരു കുത്തം കൊടുത്തു കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. കിഡിലിനൊരു സിലോപ്പിനെ കുത്തിയിട്ടുണ്ട്. എന്നാ വെച്ചാൽ ഞാൻ വീഡിയോ ഓഫാക്കി വള്ളം ഞാൻ തള്ളി വിട്ടതാണ്. അന്നേരം കറക്റ്റ് സമയത്തിന് ഇറങ്ങി വന്നു. ഒരു കുത്തും കൊടുത്തു. അയ്യോ തില്ലേ പോണു. ശേ, കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അയ്യോ മുഴുത്ത സിലോപ്പിയാ. ശേ, അയ്യോ പോയി. അടുത്ത കൊഞ്ച് അവൻ രക്ഷപ്പെടാൻ നോക്കിയത്.
അയ്യേ അവനെ കമ്പിന്ന് ഊരി ചെളിത്താന്ന പിന്നെ അതേ പതിവ് പോലെ തന്നെ ചുമ്മാ കുത്തി അവനെ കിട്ടി കേട്ടാ. കമ്പിന്ന് ഊരിപ്പോയതായിരുന്നു, പിന്നെ അതേ ചുമ്മാ ഒരു കുത്തുകൂടി കുത്തി കുത്തുകൊണ്ടിരുന്നു. വെള്ളം പെട്ടെന്ന് പുറകോട്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. കിട്ടിയിട്ടുണ്ട്. അടുത്ത കൊഞ്ച്. അയ്യോ 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 പിന്നെ പോയി. അയ്യോ അത് പെട്ടെന്ന് ഓടിപ്പോയായിരുന്നു, എന്നെ കുത്താൻ പറ്റില്ല. എങ്ങോട്ട് പോയി എന്നറിയുന്നില്ല. ചന്നം പിന്നെ ഓടിക്കളഞ്ഞു. ഇതേ ഒരു ചെറിയൊരു ചേർമീൻ പോകണണ്ട. ഇതേ ഉള്ളി അതിൻ്റെ പൂണ്ട് കേട്ടാ. തീർത്തും ചെറുതായിരുന്നു, കാരണം കുത്തിയില്ല അവനെ. വെറുതെ വിട്ട് വലുതായിട്ട് വരട്ടെ. ഇതിനകത്തെ കുറേ ആറ്റുചെമ്പല് ഇരിപ്പുണ്ട്, പക്ഷേ കമ്പിൻ്റെ ഇടയിലാറിനെ കുത്തിയാലും കിട്ടാൻ പാടാ. കുത്ത് കൊണ്ടിട്ടുണ്ട്, ഒരെണ്ണത്തിട്ട് 2-3 നിപ്പുണ്ടായിരുന്നു, ഓരോരുത്തണ്ട് കൊണ്ടിട്ടുണ്ട്. വെറുതെ പിടച്ച് പോകരുത്. അയ്യോ അയ്യോ വെറുതെ പിടക്കണ്ട. കമ്പിൻ്റെ ഇടയിലായിരുന്നു, നമ്മൾ കുത്തിങ്ങെടുത്ത് കഴിയുമ്പോൾ പിടച്ച് പോകും. മറ്റേ മയിൽവാകയുടെ കുഞ്ഞാ കേട്ടോ. മയിൽവാക, പുലിവാക, പാണ്ടമ്പരാലെന്നൊക്കെ പറയണ്ട. തീർത്തും ചെറിയ കുഞ്ഞ്. ഒരു കരിമീൻ നിപ്പുണ്ട്, ആദ്യത്തെ പോലെ പോകാതിരുന്നാൽ മതിയായിരുന്നു. അത് കിട്ടിയാലേ കണ്ട, എനിക്കതറിയാം. എന്നെ വെച്ചാൽ കരിമീൻ്റെ നിപ്പ് കാണുമ്പോൾ അറിയാം കിട്ടിയാലും. പിന്നെ കൊണ്ടില്ല, അതും വേറെ കാര്യം. ഒരു കരിമീനും ഒരു ആറ്റുചെമ്പൽ ഇരിപ്പുണ്ട്, പക്ഷേ കരിമീൻ തേടിക്കാണേ. ആറ്റുചെമ്പൽ ചെറുതാണ്, കരിമീൻ ഇങ്ങനെ നിന്ന പാടാ കിട്ടാൻ. കുത്ത് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല പോണോ. ചവറിൻ്റെ ഇടയിൽ കയറി കുത്ത് കൊണ്ടിട്ട് പാളിപ്പോയി. ചെറുമീൻ്റെ കുഞ്ഞായി കിടക്കണം. കുഞ്ഞുങ്ങൾ അത്ര ചെറുതൊന്നുമല്ല, ഒരുവിധം മുഴുത്ത നാടൻ വരാണ്ട് അത്രയുണ്ട്. പക്ഷേ നമ്മളവനെ വെറുതെ വിട്ടിരിക്കുക. ഇപ്പം വലുതായി വന്നിട്ട് വേണം നമുക്കിങ്ങനെ പിടിക്കാൻ. കാരണം അവനെ വെറുതെ വിടുക കേട്ടോ. ചെറിയൊരു വരാലിറങ്ങിപ്പോകും. നാടൻ വരാലാണ്. കൊണ്ടില്ല. അത് കൊണ്ട് പുള്ളി ഓടി കുത്ത് ആദ്യം കൊണ്ടില്ല, പുള്ളി ഓടിപ്പോയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ കുത്ത് കൊണ്ട് നാടൻ വരാലാട്ടാ. നാടൻ വരാൽ പിന്നെ നമ്മൾ ചെറുതും വലുതും നോക്കിയാല, ഊണുള്ള സാധനം കാരണം അടിയാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ആറ്റുചെമ്പൽ ഇപ്പം കുത്ത് കൊണ്ടിട്ടുണ്ട്. എടുക്കൽ നോക്കട്ടെ. പോവല്ലേ ചുമ്മാ അങ്ങ് പോയാൽ പിന്നെ എങ്ങനെയാ ശരിയാണല്ലേ. ആഹാ കൊള്ളാം. നമ്മൾ പരിപാടി നിർത്തും കേട്ടോ. ക്ഷീണിച്ച് നല്ല മടുപ്പായിപ്പോയി. ഇത്രയും നേരം കറങ്ങി കിടന്ന കാരണം ഇപ്പോൾ തന്നെ 10-12 മണി ആയെന്ന് തോന്നുന്നു. നമുക്ക് കിട്ടിയ മീനൊക്കെ കേട്ടോ. പിന്നെ അതേ കുറേ കൊഞ്ചിനെ ഒക്കെ കിട്ടിയായിരുന്നു, പക്ഷേ അതിനൊന്നും കുത്തണ വീഡിയോ ഇടുന്നൊന്നും എടുക്കാൻ നിന്നില്ല. നല്ല മടുപ്പായിരുന്നു. വെള്ളം തുഴഞ്ഞിങ്ങനെ പോകുന്ന വഴി കുത്തിയെ പോയാൽ മുഴുത്ത കൊഞ്ചൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുവാണ്. ഇനിയിപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ ആ ചേറുമീൻ, ആരാപ്പൈമീനെ പോലത്തെ ചേറുമീനായിട്ട് മാർക്കറ്റിൽ പോകണം. പിന്നെ അതേ ഇത് കണ്ട, എൻ്റെ നാട്ടിലെ ആൾക്കാരൊന്നും ഉറക്കമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും വട്ടക്കളി ഇതൊക്കെ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഓണപ്പരിപാടി. ഇപ്പോൾ ചെന്നിട്ട് പറ്റുമെങ്കിൽ അവരെ കൂടെ ചെന്ന് കൂടും, ഇല്ലേ കിടന്ന് ഉറങ്ങും. രാവിലെ എന്നിട്ട് മാർക്കറ്റിൽ പോവേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഫിഷിങ്ങൊക്കെ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടാ. ഓൾറെഡി ഒരുപാട് നൈറ്റ് ഫിഷിങ്ങും ട്രാവലിംഗ് ഫോറസ്റ്റൊക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. നല്ല ക്ഷീണം, അത് കാരണം പരിപാടി നിർത്തും കേട്ടോ. നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.